അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പുത്തൂറുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സുവോളജിക്കൽ പാർക്കിലാണ്. അപ്പോൾ അതിവിശാലമായ ഒരു 3.5 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ്. ഈ പാർക്കിൽ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് കാടുകളിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റാത്ത, പെട്ടെന്ന് കാണാൻ പറ്റാത്ത, അതുപോലെ തന്നെ കടുവ, പുലി, ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ വലിയൊരു പ്രവേശന കവാടമാണ്. അതിവിശാലമായ നിർമ്മിതിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ചെറുതല്ല. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇതാണ്. അപ്പോൾ നമുക്കിവിടെ 2 രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഓൺലൈൻ ചെയ്യാം. അല്ല ഇനി ക്യാഷാണ് വേണ്ടെങ്കിൽ ക്യാഷിൽ നമുക്ക് ഇവിടെ കൊടുത്ത് ക്യാഷായിട്ട് കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. അപ്പോൾ നല്ല സർവീസാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. നല്ല ഒരു സ്നേഹവും നല്ല രീതിയിൽ അവർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല സർവീസാണ്. ഇനി നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് സെൽഫായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സംവിധാനമുണ്ട്, ബാങ്കിങ് സംവിധാനമുണ്ട്. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അതിൻ്റെ എൻട്രി സ്ഥലത്തേക്ക് പോകാം. എൻട്രിയിലേക്ക് ഇതിലെയാണ് കടന്നു ചെല്ലുന്നത്. നമുക്ക് ആ മെയിൻ കവാടത്തിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രിയിലേക്ക് നമുക്ക് ഇവിടുന്ന് കടന്നു പോകാം. ഇവിടുന്ന് ഏകദേശം 3.5 കിലോമീറ്റർ നടക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകാൻ വേണ്ടി വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നല്ലൊരു പന്തലൊക്കെ ഉണ്ട്. പന്തലല്ല, നല്ലൊരു ഷെഡ് പോലെയൊക്കെ അതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടാണ് നടന്നു പോകേണ്ടത്. നമ്മൾ ശരിക്കും ഒരു കാട്ടിൽ കയറിയ ഒരു പ്രതീതിയുണ്ട്. ഇവിടെ ആ പാറയിലുള്ള നമ്മുടെ ആ വള്ളിപ്പടർപ്പുകളൊക്കെ അത് ഒട്ടും നശിപ്പിക്കാതെ തന്നെ അവരവിടെ അതിൻ്റെ നിർമ്മാണമൊക്കെ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും പണി തീർന്നിട്ടില്ല. ഏതാണ്ട് ഭാഗികമായി എന്ന് വേണമെങ്കിൽ പറയാം. നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതങ്ങനെയാണല്ലോ, ഏത് പ്രസ്ഥാനവും പെട്ടെന്ന് എല്ലാം അതിൻ്റെ ഫുൾ സ്വിങ്ങിലേക്കാവില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചായ കുടിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് ഒന്നും കഴിച്ചിട്ട് വരണ്ട. ഇതിൻ്റെ അകത്ത് അതിവിശാലമായ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടിട്ട് നല്ല ഒരു പുതുമയുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കിച്ചൺ, നമുക്ക് ഓപ്പൺ കിച്ചണാണ്. അതുപോലെ അതിവിടെ കാണാം. അതുപോലെ അവരുടെ വാഷിംഗ് ഏരിയയാണിത്. നല്ല ഹൈജീനിക്കായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വാഷിംഗ് ഏരിയയാണ്. ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു പബ്ലിക് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാറില്ല അല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഈയിടെയായിട്ടൊക്കെ അതിനൊക്കെ മാറ്റമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു അമ്പൽക്കുളം, അതിനകത്ത് കുറച്ച് ജലജീവികൾ, മീനുകൾ ഒക്കെ ഉണ്ട്. അവിടെ ഒരു വലിയൊരു പാറ നല്ല കൗതുകത്തോടെ കാണാൻ പരുവത്തിന് ഭംഗിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ അത് തോന്നും. കൊള്ളാം, വലിയ കുഴപ്പമില്ല. അതിവിശാലമായ ഒരു റെസ്റ്റിംഗ് റൂം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ആ സൂവിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമുക്ക് കാണാം. നല്ല വെയിൽ ഉണ്ടെങ്കിൽ ഒരു കുടയൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. മഴയത്താണെങ്കിലും നമുക്ക് കുട വേണ്ടി വരും. കാരണം നടന്നു പോകുന്നതാണ് സൗകര്യം. കാരണം ബസ്സിന് നമുക്കിവിടെ സൗകര്യമുണ്ട്. ബസ്സിന് കൊണ്ട് കയറ്റി വിടും. പക്ഷേ ബസ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങ് ഇറക്കി വിടുകയുള്ളൂ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ നടന്നു പോയി കാണണം. കാട്ടുമൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മൾ നടന്നു തന്നെ കണ്ടുവരും. അപ്പോൾ വരുന്നവർ ഒരു കുടയും ഒരു കുപ്പി വെള്ളവും ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ചീങ്കണ്ണിയുടെ ഒരു താവളമാണ്. താവളം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏരിയയാണ്. അത് ഇവിടെ നിന്ന് ചീങ്കണ്ണിയെ കാണാം. ഇപ്പോൾ ചീങ്കണ്ണി ഇപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് കയറിപ്പോയേക്കുവാണ്. നമുക്കവിടെ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഒരു ചീങ്കണ്ണിയുണ്ട്. കാണുന്നതാണ് ചീങ്കണ്ണി. നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ നമുക്കൊന്ന് അടുപ്പിച്ച് നോക്കാം. പാറയുടെ കളറും ചീങ്കണ്ണിയുടെ കളറും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ചീങ്കണ്ണി അനങ്ങുന്നൊന്നുമില്ല. വാ പൊളിച്ച് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചീങ്കണ്ണി നമുക്ക് കാണാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെ നമ്മൾ കയറി ഇങ്ങനെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ ഒരു മയിലുകളൊക്കെ ഉണ്ട്. മയിലുകളുടെ ഒരു പാർക്ക്. അതും കുറേ മയിലുകളുണ്ട് ഇവിടെ.
പിന്നെ ഇതാ ഇവിടെ വരുമ്പോൾ ഒരു ഇതിൽ കാണുന്നത് വൈറ്റ് ലിപ്പിഡ് ടാമറിനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ബ്ലാക്ക് ടഫേർഡ് മാർമോസെറ്റ്, അപ്പുറത്ത് വൈറ്റ് ഇയർഡ് മാർമോസെറ്റാണ് കാണപ്പെടുന്നത്. ഇത് ആമസോൺ നദിയിലൊക്കെയാണ്, ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ഒരു തരം ജീവികളാണ്. ഇതിന് ഭക്ഷണം പറയുന്നത് രാവിലെ നമ്മൾ സർലാക്ക്, 11 മണിക്ക് ഫ്രൂട്ട്സ്, ഉച്ചയ്ക്ക് തൈര്, യോഗട്ട്, അതിൽ ചോറ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. രാത്രി ചിക്കൻ വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ഇതാണ്. നല്ലൊരു സ്പീഡാണ് പുള്ളിക്ക്. വാല് കണ്ടാൽ കുരങ്ങ്, തല കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ടൊരു പട്ടിക്കുഞ്ഞിൻ്റെ ഒക്കെ ഷേപ്പാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കണ്ടേക്കാം. ഇവിടെ കുറേ പക്ഷികളുണ്ട്. അതിൽ പ്രധാനി എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ നിന്നും കാണുന്ന ഒരു നീർക്കാക്ക ഇതിന് മുകളിൽ ഇരിപ്പുണ്ട്. അവിടെ ചെന്നാലും കാണാമല്ലോ നമ്മുടെ നീർക്കാക്കയെ. എന്തായിരിക്കുന്നതാണ് നീർക്കാക്ക. ഒരു പ്രത്യേകതരം കൊക്ക നമ്മുടെ നാട്ടിൽ കാണുന്നല്ല, ഇപ്പം വരവാന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ല രസമാണ്. അല്ലെ 2-3 പുള്ളിമാൻ നിൽപ്പുണ്ട്. നമുക്ക് നല്ല വെയിലാണ്, അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഒന്ന് അടുപ്പിച്ച് നോക്കാം. ഫുട്പാത്തൊക്കെ നല്ല അടിപൊളി. ഇവിടെ വന്നതിൽ ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയ 2-3 ജീവികൾ ഈ പന്നിമാനാണ്. കുറേ എണ്ണമുണ്ട്. അത് നമുക്ക് ആവശ്യത്തിലധികം കാണാനുണ്ട്. നമ്മൾ കുറച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് കുടയൊന്നും വേണ്ട കേട്ടോ. എപ്പോഴും നല്ല തണൽ കിട്ടുന്ന രീതിയിൽ ചെടികൾ വച്ചിട്ടുണ്ട്. നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു അനുഭവം. ഈ കൂടെ അങ്ങോട്ട് കടന്നു വരാതെ അവിടെ ഒരു ട്രഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ട്രഞ്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കുന്ന്, ആ കുന്നിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു വേലിയുണ്ട്. സുരക്ഷിതമാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബസ്സിന് വരുന്നവർക്ക് നമ്മൾ ഈ സൂവിൻ്റെ വകയായിട്ട് അല്ലെങ്കിൽ സുവോളജി പാർക്കിൻ്റെ വകയായിട്ട് KSRTC ഒരു അടിപൊളി സ്വിഫ്റ്റ് വണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഓരോ സ്ഥലത്തും ഇതിങ്ങനെ നിർത്തും. സാറേ, ഇത് ഈ വണ്ടിയിൽ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറി ഓരോ സ്ഥലത്തും നിർത്തി കൊണ്ടുപോകണം. റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും, ഓരോ സ്റ്റോപ്പിൽ നിർത്തും. അവർ ഇറങ്ങിയിട്ട് കണ്ടിട്ട് വന്നിട്ട് സാവധാനം അടുത്ത വണ്ടി. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി കയറാൻ തിരിച്ചങ്ങ് പോവാം. അടുത്ത സ്ഥലത്ത് ഇറങ്ങാം, സാവധാനം മതി. വണ്ടി എപ്പോഴും സർവീസാണ്. ഓക്കെ. അപ്പം നടന്ന് വിഷമിച്ച് നമ്മൾ കുറച്ച് കയറി വരുമ്പോൾ ഏതാണ്ട് ഒരു മിഡിൽ ഭാഗത്ത് ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അടിപൊളി ബേക്കറിയാണ്. പിന്നെ കുറച്ച് കൃത്രിമമായിട്ട് സ്നോ ഇട്ടിട്ടുണ്ട്. ആവിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പയ്യെ തണുപ്പിച്ച് പോവാം. ഇതാണ് സ്നോ ഇട്ടുണ്ട്. കുറച്ച് ആളുകൾ ആ സ്നോയിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് അതിൻ്റെ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി മാറി നിന്നത് കാണാം. നല്ല രസമാണ്, നല്ലൊരു കൂളിംഗാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പോപ്കോണൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു പാറക്കെട്ടുകളും ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് കാണാനുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോകാം. അത് കടന്നു വരുമ്പോൾ തന്നെ നല്ലൊരു താമരക്കുളം. അത് കുറച്ച് മത്സ്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. അവിടെ നിന്ന് ഒരല്പം വെയിൽ കൊണ്ടാണ് നമ്മളിങ്ങ് നടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല സുഖം, നല്ല ഈറ്റക്കാടുകൾ. സാധാരണ അറിയാമല്ലോ, ഈറ്റക്കാടിലേക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. ഈ വെയിൽ കൊണ്ട് വേർതിരിക്കുമ്പോൾ ഇങ്ങ് കയറി വരുമ്പോൾ നല്ല സുഖം. കൊള്ളാം, അടിപൊളി വരവാണ് അവൻ്റെ. എന്നിട്ട് പകുതി വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങി നല്ല കൂളായിട്ട് അവനിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. അടുത്ത് പാടാ. മലയാളം മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോൾ നല്ല ഒരു തടാകം. വൈകുന്നേരങ്ങളിലൊക്കെ കടലയെക്കുറിച്ചുകൊണ്ട് ഇതിൽ നടക്കാൻ നല്ല സുഖമാണ്, നല്ല രസമാണ്, മനോഹരമാണ്. ഇതും അടിപൊളി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സുവോളജി പാർക്ക് വന്ന് കാണുക. പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഒരു വർഷം കൂടി വേണ്ടി വരും ഇതെല്ലാം ഒന്ന് ഫുൾ ഫങ്ഷൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങളായാലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം. ഓക്കെ, ഗുഡ് ബൈ.